കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ പാർട്ട് 1 എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി. ഇത് പാർട്ട് 2 ആണ്. എങ്ങനെയാണ് ഒരു കുർത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാനിതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ലെങ്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും മെഷർമെന്റ് വെവ്വേറെ ആണെങ്കിൽ ഈ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം, ഏറ്റവും നല്ലത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ മെഷർമെന്റ് അടയാളപ്പെടുത്തലും കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഈ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്തത് ലൈനിങ് ഇല്ലാതെയാണ്. അപ്പം നെക്കിന്റെ ഭാഗം നമുക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതാ താഴേന്ന് ഞാനിതാ ഈ ഒരു സാരീൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു ഭാഗമുണ്ട്, അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ നെക്കിൻ്റെ നല്ല ഭാഗത്തേക്കില്ലേ, നമ്മുടെ നെക്കിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു കട്ട് പീസ് ഇല്ലേ, അതിതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്തിട്ട്. ഈ ഒരു പോയിന്റിലെത്തിയിട്ട് നമ്മളത് കുത്തി നിർത്തിയിട്ട് നമുക്കത് തിരിച്ചെടുക്കാം. അത് സ്ക്വയർ അല്ലേ, അതാ നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ഒരു കട്ട് പീസിൽ അതിങ്ങോട്ടേക്ക് തിരിച്ച് വെക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ തിരിച്ച് വെക്കുക കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗമാണ്. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കില്ലേ ഇതാ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെയും അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ടാവാതെ ഈ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കോളൂ. നമ്മൾ മറച്ചടിച്ച ഈ കട്ട് പീസില്ലേ, അതിന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വൃത്തിക്ക് നമ്മളെ നെക്കിൻ്റെ ഭാഗം നമുക്ക് മറച്ചടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഇതിലങ്ങനെ ചെറിയൊരു പതിച്ചടി കൊടുക്കുക. അതും ഫ്രണ്ട് നെക്കിൻ്റെ മാത്രം പതിച്ചടിക്കുക, ബാക്ക് നെക്ക് ഇത് അടിക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാനുള്ളതാണ്. ബാക്ക് നെക്കിൻ്റെ നല്ല പോർഷൻ ഒപ്പരം വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല പോർഷൻ എന്താ ഇവിടേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഷോൾഡർ ഭാഗം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇങ്ങനെ മറച്ചിടുന്ന സമയത്ത് നമുക്കിതാ ഷോൾഡർ നല്ല രീതിക്ക് സ്റ്റിച്ചായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഷോൾഡറിൻ്റെ വീഡിയോ ഞാൻ വേറെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. നമ്മളുടെ നെക്കിൻ്റെ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മറച്ചിട്ട് ഒറ്റ അടി അടിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ഫ്രില്ല് വെച്ചെടുക്കാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ രണ്ട് സ്ലീവിൻ്റെയും സൈഡിൽ ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റിച്ചിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മടക്കിയിട്ട്. ഇനി നമുക്ക് സ്ലീവിൽ എങ്ങനെയാണ് ആ ഫ്രില്ല് കൊടുക്കാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു ബ്ലാക്ക് കര കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗമല്ലേ, അത് നമുക്ക് കുഞ്ഞി പ്ലീറ്റ്സ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവിലേക്ക് കൊടുക്കേണ്ട ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവിൻ്റെ ഈ ഒരു അറ്റം തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സൈഡിലൂടെ.